തൃശ്ശൂര് പ്രചരണ ഘട്ടത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞോ, എന്തൊക്കെ ചെയ്തോ, എന്തായിരുന്നു എൻ്റെ പെരുമാറ്റം, അതങ്ങനെ ഇപ്പോഴും ആവർത്തിക്കുന്നേ ഉള്ളൂ. ഒന്നും പുതിയതായിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ ഏൽക്കൂ, ഏറ്റാൽ ഞാൻ ചെയ്തിരിക്കും. അതങ്ങനെ തുടരും. അന്ന് ഒരു പ്രത്യേകതരം ഉപപ്രചരണം കൂടി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി. എന്നോട് ചോദിച്ച ഈ പത്രക്കാരുടെ എല്ലാം അവരുടെ സഹോദര പ്രവർത്തകർ ചോദിച്ചപ്പോഴെല്ലാം പറഞ്ഞ എനിക്ക് മന്ത്രിയാവണ്ട. ഓപ്പണായിട്ടാ പറഞ്ഞ. ഞാൻ ജയിച്ചു വന്ന്, ഇനി ജയിക്കാത്തപ്പോഴും ചെയ്തിട്ടുണ്ടത്, ജയിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് മന്ത്രിയാവണ്ട, പക്ഷെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു 5 മന്ത്രിമാരെ എൻ്റെ പ്രധാനമന്ത്രി തന്നാ മതി. ചൊൽപ്പടി എന്ന് പറയുന്നത് മറ്റേ ചൂരിലെടുത്ത് വെച്ച് ഇവിടെ നിൽക്കി അവിടെ നിൽക്കി അതല്ല. ഇവർക്കെല്ലാം പ്രജ എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വക്രമേ യവന്മാർക്കുള്ളൂ. അവരാണ് ഇപ്പൊ പുലമ്പുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഒരു ഗുണവുമില്ലാത്ത ആൾക്കാരാണിത് പറയുന്നത്. അത് ചില മന്ത്രിമാരടക്കം പറയുന്നതിൻ്റെ ആത്മാർത്ഥത ഉൾക്കൊള്ളണ്ടേ? എനിക്ക് മന്ത്രിയാവണ്ട എന്ന് പറഞ്ഞ് ഞാൻ ജൂൺ 7-ാം തീയതി എൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് സ്ഥലം വിട്ട ആളാണ് ഞാൻ. ഇവിടുന്ന് എന്നെ പിന്നെ എങ്ങനെയാ കൊണ്ടുപോയതെന്നുള്ളത് നിങ്ങൾ എല്ലാവരും ടി വിയിൽ കണ്ടതാണല്ലേ. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ക്രൗഡ് കൂടി ആ രംഗം കാഴ്ച എടുത്തിട്ട് പോയിട്ട് പിന്നെ എയർപോർട്ടിൽ എടുക്കാൻ വേണ്ടി എൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് വന്ന എൻ്റെ പുതിയ വണ്ടിയുടെ പുറകുവശത്ത് കൊണ്ടുവന്ന്, എവിടെയോ ട്രാഫിക് ലൈറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റിയ ഒരു മാധ്യമ വാഹനം കൂടിയുണ്ട്. പക്ഷെ അതിൻ്റെ ആദ്യത്തെ തൊട്ട് അവസാനത്തെ കാശ് മേടിച്ച് അവരെ കൊണ്ട് ഞാൻ അത് പണിയിച്ചു. അത് വേറെ കാര്യം. അത് ഇൻഷുറൻസ് ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഐ ആം ഇൻഡെറ്റഡ്. ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. വ്യക്തമാണ്. ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക്, അത്ര എനിക്ക് പറയാൻ പറ്റും. ഞാൻ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. ഒരു 90% ദൈവത്തിൻ്റെ ഇച്ഛയിൽ, ദൈവപക്ഷത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. മനുഷ്യനാണ്, ചില തെറ്റുകളൊക്കെ പറ്റും. അത് പറ്റുന്നുണ്ട് എനിക്ക്. പക്ഷേ കഴിഞ്ഞ 5 ടേമുകളിൽ, ലോക്സഭയിലായാലും നിയമസഭയിലായാലും ശരി തന്നെ, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുന്നു, എല്ലാവരും ചെയ്ത പാപത്തിന്റെ 1% പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും. അതിനിയും അങ്ങനെ തന്നെ തുടരും. ഈ സഹായം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ അവരുടെ ഒരു തീരുമാനമാണ്. അവിടേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് മറ്റെല്ലാ താരങ്ങളെയും എടുക്കുക. അവരൊരു വർഷം എത്ര സിനിമ ചെയ്യുന്നു, അവരതിന് എത്ര പണം വാങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 30-ന് 2024 ജനുവരി 30-നും ഫെബ്രുവരി 1-നും ജനുവരി 30-31 2 ദിവസമായിട്ട് പെരുങ്കളിയാട്ടത്തിന്റെ പാച്ച് വർക്ക് ചെയ്ത് ക്യാമറ കണ്ടു പോയ ആള് പിന്നെ ക്യാമറ കാണുന്നത് 24 ഡിസംബറിലാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ആ വരുമാനത്തിൽ നിന്ന് ഉള്ള കാശെടുത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എൻ്റെ നടുപൊടിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. അതില്ലാത്ത സമയത്തും കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കോർപ്പസ് ഫണ്ട് ഞാൻ കഴിഞ്ഞ രാജ്യസഭയിലിരിക്കുമ്പോൾ 6 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല. മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു,
ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം, എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളം എന്ന് പറഞ്ഞ് എൻ്റെ SBI അക്കൗണ്ടിൽ, പാർലമെൻറ്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പണം എടുത്ത് ഞാൻ കൊടുത്ത് അതവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നയാ പൈസ ഞാൻ അതിൽ നിന്നെടുത്ത് കഴിച്ചിട്ടില്ല. ഇപ്പോഴും അക്കൗണ്ടൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാവുന്നതാണ്. കഴിഞ്ഞ ജൂൺ 9 മുതൽ ഈ 30-ന് വരാൻ പോകുന്ന ശമ്പളം വരെ ഇന്നത്തെ തൊട്ടിട്ടില്ല. അതിന് തത്തുല്യമായ തുക എൻ്റെ അധ്വാന പണത്തിൽ നിന്ന് ഞാൻ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനപ്പുറം ഒന്നും ഒരാൾക്കും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ ഒരു വേലായുധൻ ചേട്ടന്റെ കാര്യമായാലും ശരി തന്നെ, ആനന്ദവല്ലി ചേച്ചിയുടെ കാര്യമായാലും ശരി തന്നെ, അവന്മാരൊക്കെ എവിടുന്ന എടുത്ത് കൊടുക്കുന്നത്? അതിനും തൊട്ടിപ്പിരിവ് നടത്തുക. ഇല്ല, എനിക്ക് പിരിവില്ല. ഞാൻ പാട്ട് പാടാൻ പോകുന്നതിന് എനിക്ക് നല്ല കാശ് തരും. ഞാൻ ഇന്നുവരെ ആ കാശ് എടുത്തിട്ടില്ല. എൻ്റെ ട്രസ്റ്റിലേക്കാണ് ആ കാശ് അടയ്ക്കുന്നത്. ഇപ്പം മഴവിൽ മനോരമയ്ക്ക് ഇതിനു മുമ്പ് അവർ തന്ന 2 സ്റ്റേജ് പരിപാടിക്ക് പാടാൻ പോയപ്പോഴും തന്ന കാശ് ആ ട്രസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഏഷ്യാനെറ്റ് 1 തവണ മാത്രമാണ് കാശ് തന്നത്. ആ കാശും ആ ട്രസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. കോടീശ്വരനിൽ നിന്ന് കിട്ടിയ കാശിൻ്റെ എത്ര ശതമാനം എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ എന്ത് പറയും, മരിച്ച് കൊണ്ടുവന്ന് പട്ട് പതപ്പിച്ച് കിടക്കുമ്പം അവൻ ഇങ്ങനെ ഒരു ദ്രോഹിയാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാശെടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അക്കൗണ്ട് ബുക്ക് ദൈവത്തിൻ്റെ അടുത്താവുള്ള, ദൈവത്തിൻ്റെ അടുത്ത് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട്, നല്ലതുപോലെ സങ്കടവുമുണ്ട്. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്. പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി, ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ?